നമസ്കാരം. മെഡി ടി വിയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കഴുത്ത് തോൾ വേദനയാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാനായി കൊച്ചിയിലെ കുമാർ ഹോസ്പിറ്റൽ ഫോർ പെയിൻ ആൻഡ് ന്യൂറോ കെയറിലെ ഫിസിക്കൽ മെഡിസിൻ കൺസൾട്ടൻറ്റ് ഡോക്ടർ ശശികുമാറാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. സ്വാഗതം സാർ. കഴുത്ത് തോൾ വേദനകളെക്കുറിച്ചൊന്ന് സംസാരിക്കാമോ സാർ? കഴുത്ത് വേദന, തോൾ വേദന, ഇത് രണ്ടും മിക്കവാറും ഉള്ള രോഗികളിൽ കഴുത്ത് വേദനയും തോൾ വേദനയും ഒരുമിച്ചാണ് വരിക. അതുകൊണ്ടാണ് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. ഈ കഴുത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയേണ്ട ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തല നമ്മൾ തമാശയായിട്ടാണ് പറയാറുണ്ട്, ഹെഡ് വെയ്റ്റ് എന്ന് നമ്മൾ പറയാറില്ലേ. അപ്പോൾ എന്താണ് ഈ ഹെഡ് വെയ്റ്റ് എന്ന് ആൾക്കാർ പറയാനുള്ള കാരണം, നമ്മുടെ തലച്ചോറും തലയോട്ടിയും കൂടെ ചേർന്നിട്ട് ഏകദേശം 6 കിലോയോളം വരും ഒരു അഡൾട്ടിന്. ആ 6 കിലോ വെയിറ്റ് നമുക്ക് താങ്ങുന്നത് ഈ ചെറിയ കശേരുക്കളാണ്, കഴുത്തിൻ്റെ 7 കശേരുക്കൾ. ഈ 7 കശേരുക്കളാണ് നമ്മുടെ ഈ വെയിറ്റ് മുഴുവനും താങ്ങുന്നത്. അതുകൊണ്ടാണ് ഈ കഴുത്തിന് എപ്പോഴും തേയ്മാനം നമുക്ക് കൂടുതലായിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഈ കഴുത്തിൻ്റെ കശേരുക്കളും അതിനു ചുറ്റുമുള്ള പേശികളും നമുക്ക് മുൻവശത്തും പുറവശത്തുമായി ധാരാളം പേശികളും പേശിതന്തുക്കളുമുണ്ട്. ഈ പേശിതന്തുക്കളും ഈ ചെറിയ ബോൺസും കൂടെ ചേർന്നിട്ടാണ് ഈ വെയിറ്റ് മുഴുവനൂടെ താങ്ങുന്നത്. അതുകൊണ്ടാണ് കഴുത്തിന് എപ്പോഴും അസ്ഥികൾക്ക് തേയ്മാനം കൂടുതലായിട്ട് വരാറുള്ളത്. കഴുത്ത് വേദന നമുക്ക് ഏജ് വൈസായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഏറ്റവും യങ്ങായിട്ട് ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് കഴുത്തിന് ഒരു ചെരിഞ്ഞു പോയി ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട്. അതിന് ടോർട്ടിക്കോളിസ് എന്നാണ് പറയുക. അത് മസിലിലെ ഒരു ചെറിയ നോഡ്യൂൾ പോലെ വരുന്ന ഒരു സംഗതിയാണ്. അത് മുതൽ പ്രായമാവുന്ന ആൾക്കാരിൽ കഴുത്തിന് വരുന്ന സെർവിക്കൽ സ്പോണ്ടൈലോസിസ്, ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് സെർവിക്കൽ സ്പോണ്ടൈലോസിസ്. അപ്പോൾ ഇത് തേയ്മാനം കൊണ്ട് വരുന്ന ഒരു പ്രശ്നമാണ്. ഇത് കൂടാതെ നമുക്ക് ചെറുപ്പകാലത്ത് നമ്മൾ കഴുത്തുളുക്കുക, പ്രത്യേകിച്ച് നമ്മൾ ചില അവസരങ്ങളിൽ തലയണ വെച്ചും തലയണ വെക്കാതെ കിടക്കുക. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ മാറിക്കിടക്കുമ്പോഴാണ് പലപ്പോഴും കഴുത്ത് വേദന നമുക്ക് ഉളുക്കായിട്ട് നമുക്ക് അനുഭവപ്പെടുക. പിന്നെ നല്ലൊരു ശതമാനം ആൾക്കാരിൽ തലവേദന വന്നിട്ട് ആ തലവേദന പിന്നീട് അത് കഴുത്ത് വേദനയായിട്ട് മാറാറുണ്ട്. നമ്മളൊക്കെ പറയും നീരിളക്കം എന്നൊക്കെ പറയും. അങ്ങനെ ഒരു പ്രത്യേക ടെർമിനോളജി ഇംഗ്ലീഷ് മെഡിസിനിൽ ഇല്ലെങ്കിൽ പോലും അത് സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് കൂടാതെ ഇതിനോടനുബന്ധിച്ച് പറയുന്ന ഒരു കാര്യമാണ് തോൾ വേദന. കാരണം കഴുത്ത് വേദനയിൽ കഴുത്തിൽ നിന്നാണ് നമ്മളുടെ ഞരമ്പുകൾ താഴേക്ക് വരുന്നത്. അപ്പോൾ ഈ ഞരമ്പുകൾ താഴേക്ക് വരുമ്പോൾ അതിൻ്റെ കൊണ്ട് നീർവീഴ്ച ഉണ്ടായി നമുക്ക് തോളിൻ്റെ വേദനയായിട്ടും അനുഭവപ്പെടാം. കയ്യിലേക്കും ഈ വേദന വരാം. കയ്യിലേക്ക് കൂടുതൽ വേദന അനുഭവപ്പെടുന്നത് കഴുത്തിൻ്റെ ഡിസ്ക്, പ്രത്യേകിച്ച് 5, 6, 6, 7 ഡിസ്ക് താഴോട്ടുള്ള ഞരമ്പിനെ പ്രസ് ചെയ്യുമ്പോൾ ഈ ഞരമ്പ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഡിസ്ട്രിബ്യൂഷനിൽ മുഴുവൻ നമുക്ക് പെയിനും വിരലുകൾക്ക് നമ്പനസും അനുഭവപ്പെടും. അതിന് നമ്മൾ റാഡിക്കുലോപ്പതി എന്നാണ് പറയുക. ഇതിൻ്റെ കൂടെയാണ് നമുക്ക് തോളുവേദന വരിക. ഈ തോളുവേദന ഒരു പക്ഷേ കഴുത്തിൻ്റെ കൊണ്ട് വരാം, അല്ലാതെയും തോളുവേദന വരാം. തോളുവേദന വരുന്നതിനുള്ള ചില കാരണങ്ങൾ, പ്രത്യേകിച്ചും ഈ തോളിൻ്റെ അനാറ്റമി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ തോളിൻ്റെ ജോയിൻ്റ് ഒരു ഷാലോ ജോയിൻ്റാണ്. അപ്പോൾ അതിനൊരു ഫുൾ ആയിട്ട് നമ്മുടെ ഹിപ്പ് പോലെ കവറിങ് ഇല്ല. അത് ദൈവം നമുക്ക് എല്ലാ കാര്യങ്ങളും കൈകൊണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ തോള് കറക്കുന്ന പോലെ നമുക്ക് ഹിപ്പ് കറക്കാനാവില്ല. അപ്പോൾ ഇതിനെ പിടിച്ചു നിർത്തുന്നത് മുഴുവനും പേശിതന്തുക്കൾ അഥവാ ലിഗമെൻസ് ആണ്, മസിൽസ് അല്ല. അപ്പോൾ ഈ ലിഗമെൻസിൻ്റെ ഒരു കോംപ്ലക്സും അതുപോലെ കുറച്ച് മസിൽസിൻ്റെ ഒരു റൊട്ടേറ്റർ കഫ് എന്ന് പറയുന്ന കോംപ്ലക്സുമാണ് പ്രധാനമായിട്ടും നമുക്ക് ഇഞ്ചുറി നമുക്ക് എപ്പോഴും പറ്റുന്നത്. പലതരത്തിൽ നമുക്ക് ഇഞ്ചുറി പറ്റും. യങ്ങായിരിക്കുന്ന അവസരത്തിൽ ഫുട്ബോൾ കളിക്കുമ്പോൾ, ക്രിക്കറ്റ് കളിക്കുമ്പോൾ, അതുപോലെ ഹാർഡായിട്ടുള്ള സ്പോർട്സ് ചെയ്യുമ്പോഴൊക്കെ ഷോൾഡർ ഇഞ്ചുറി വരാം. ഷോൾഡറിനകത്ത് നീര് കെട്ടാം, ഷോൾഡറിനകത്ത് ഇൻഫെക്ഷൻസ് വരാം, ഷോൾഡറിനകത്ത് പലപ്പോഴും സെക്കൻഡറീസ് ചിലപ്പോൾ വരാം, ട്യൂബർക്ലോസിസ് വരാം, ബോൺ ഡീനറേറ്റ് ഇതില്ലാതെ പോകുന്ന ഒരു ബോൺ ഡിസപ്പിയറിങ് ഡിസീസ് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ അനേകം കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഈ തോളുവേദന വരാം. ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ കണ്ടുവരുന്നത് ഒരു തോളുവേദനയ്ക്ക് ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഈ ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്ന അവസ്ഥയിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചെറിയ ആക്സിഡൻ്റ് അല്ലെങ്കിൽ ഇഞ്ചുറിക്ക് ശേഷം, പ്രത്യേകിച്ചും ഡയബറ്റീസ് ഉള്ളവർ, ഡയബറ്റീസ് ഇല്ലാത്തവർക്കും വരാം,
ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഒരു പരിധി കഴിയുമ്പോൾ ഒരു 3-4 ആഴ്ച അല്ലെങ്കിൽ 2-3 മാസങ്ങൾ കഴിയുമ്പോൾ തോൾ ഉയർത്താൻ പറ്റാതെ വരും. പിന്നെ അസഹനീയമായ വേദന ഇവർക്ക് അനുഭവപ്പെടും. നമ്മൾ എക്സ്റേ എടുത്ത് അത് നോക്കുമോ അല്ലെങ്കിൽ അങ്ങനെ പല ടെസ്റ്റുകളും നമുക്കൊരു പക്ഷേ ഇതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടി വരാം. ഈ രോഗനിർണയത്തിനായി എന്തൊക്കെ തരം ടെസ്റ്റുകളാണ് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ ആദ്യമായിട്ട് കഴുത്ത് വേദനയും തോൾ വേദനയും ഉള്ള ഒരാൾക്കൊരു പ്ലെയിൻ എക്സ്റേ നമ്മൾ ചെയ്ത് സെർവിക്കൽ സ്പോണ്ടൈലോസിസ് ഉണ്ടോ, തോളിനകത്ത് കാൽസിഫിക്കേഷൻ ഉണ്ടോ, ഇത് നമ്മൾ ആദ്യം നോക്കും. രണ്ടാമതായിട്ട് നമ്മൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇൻഫെക്ഷൻസ്, യൂറിക് ആസിഡ് അങ്ങനത്തെ കാര്യങ്ങൾ, ESR കൂടുതലുണ്ടോ, C-reactive പ്രോട്ടീൻ കൂടുതലുണ്ടോ, അങ്ങനത്തെ ബ്ലഡ് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യും. അങ്ങനെ നമ്മൾ ചെയ്തതിന് ശേഷം നമുക്ക് കൃത്യമായ ഒരു ഡയഗ്നോസിസിൽ എത്തിയില്ല, അല്ലെങ്കിൽ നമുക്ക് അസഹനീയമായ റാഡിക്കുലോപ്പതി ആണുള്ളത്, കയ്യിലേക്ക് വ്യാപിച്ചു വരുന്ന വേദനയാണെങ്കിൽ നമ്മളൊരു MRI എടുത്ത് നോക്കേണ്ടി വരും. നമ്മൾ MRI എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് 5-6 അല്ലെങ്കിൽ 6-7 അല്ലെങ്കിൽ 3-4 ഡിസ്കിന് ബൾജുണ്ട് അല്ലെങ്കിൽ പ്രൊലാപ്സ് ഉണ്ട്, അത് താഴോട്ട് വരുന്ന ഞരമ്പിനെ പ്രസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. മറ്റൊരു കാറ്റഗറി ആൾക്കാരിൽ നമുക്ക് ഇവിടുന്ന് താഴോട്ട് വരുന്ന നെർവ്സിന് ബ്രേക്കിയൽ പ്ലക്സസ് എന്ന് പറയും. ഈ ബ്രേക്കിയൽ പ്ലക്സസ് നമ്മളുടെ റിബ്, ആദ്യത്തെ പ്രത്യേകിച്ച് ഫസ്റ്റ് റിബ് ഈ പ്രഷർ വന്നിട്ട് സെർവിക്കൽ റിബ് സിൻഡ്രോം ഉണ്ടെങ്കിൽ ഇതുപോലെ തോറാസിക് ഔട്ട്ലെറ്റ് സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ വരാം. ചില അപൂർവം കേസുകളിൽ ലങ്ങിന് ട്യൂമർ വന്നിട്ട് പാൻകോസ് ട്യൂമർ എന്ന് പറയുന്ന സംഗതി താഴോട്ടുള്ള ഞരമ്പിനെ പ്രസ് ചെയ്യുമ്പോഴും ഇതുപോലെ വരാം. അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമ്മളൊരു MRI എടുത്ത് നോക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ചില അവസരങ്ങളിൽ നമുക്ക് ഷോൾഡറിൻ്റെ MRI മാത്രം എടുത്താൽ മതി, ചില അവസരങ്ങളിൽ നമുക്ക് കഴുത്തിൻ്റെയും തോളിൻ്റെയും കൂടെ MRI എടുക്കേണ്ടി വരും. ഇവിടെ നമുക്ക് വിശദമായിട്ട് ഒരു മസിൽ നമുക്കുള്ളത് സുപ്രാസ്പൈനേറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മസിലാണ്. അപ്പോൾ ഈ സുപ്രാസ്പൈനേറ്റസിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ കൈ ഉയർത്തുന്നതാണ്. അതിൻ്റെ 30 ഡിഗ്രി മുതൽ 60 ഡിഗ്രി വരെ. ഈ സുപ്രാസ്പൈനേറ്റസ് ആണ് പലപ്പോഴും നമ്മൾ തോള് കുത്തി വീഴുമ്പം കംപ്ലീറ്റ് ആയിട്ട് ടോണായി പോകും. അങ്ങനെയുള്ള ആൾക്കാരിൽ 30 തൊട്ട് 60 ഡിഗ്രി വരെ കൈ ഉയർത്താൻ പറ്റില്ല. ചിലർക്ക് വേദന ഉണ്ടാവും, ചിലർക്ക് കൈ ഉയർത്താൻ മാത്രമായിരിക്കും വിഷമം. അപ്പോൾ ഇത് നമ്മൾ പ്രോപ്പറായിട്ട് ഇത് ഫ്രോസൺ ഷോൾഡറാണോ, റാഡിക്കുലോപ്പതി ആണോ, ഡിസ്കിന് പ്രോബ്ലം ഉണ്ടോ, എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം കൃത്യമായിട്ട്. കഴുത്ത് തോൾ വേദനയ്ക്ക് എന്തൊക്കെ തരം ചികിത്സകളാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്? കഴുത്ത് തോൾ വേദനകൾക്ക് നമുക്ക് നമ്മുടെ ഡയഗ്നോസിസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ചികിത്സകൾ നിശ്ചയിക്കുക. സെർവിക്കൽ സ്പോണ്ടൈലോസിസ് ഒരു ചെറിയ ഗ്രേഡിലൊക്കെയുള്ള സെർവിക്കൽ സ്പോണ്ടൈലോസിസ് ആണെങ്കിൽ നമുക്ക് ഫിസിയോതെറാപ്പി മൊഡാലിറ്റീസ് കൊണ്ട് തന്നെ നമുക്ക് ഒരുവിധമൊക്കെ പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ പല അവസരങ്ങളിലും നമുക്ക് വേദനാസംഹാരികളും മസിൽ റിലാക്സൻസും നമുക്ക് കൊടുക്കാം. അത് നമുക്ക് ഒരു ലിമിറ്റിൽ കൂടുതൽ നമ്മൾ കൊടുക്കാൻ പാടില്ല, കാരണം അത് നമ്മളുടെ കിഡ്നിയെ ബാധിക്കാനായിട്ട് സാധ്യതകളുണ്ട്. അപ്പോൾ അക്യൂട്ടായിട്ട് നമുക്ക് റാഡിക്കുലോപ്പതിയായിട്ട് വരുന്ന അവസരങ്ങളിൽ ചിലപ്പോൾ സ്റ്റിറോയിഡ് പോലത്തെ മരുന്നുകൾ കൊടുക്കേണ്ടി വന്നേക്കാം. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഫിസിയോതെറാപ്പി മൊഡാലിറ്റീസ് നമുക്ക് ഇതിനകത്ത് സെർവിക്കൽ ട്രാക്ഷൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടെൻസ്, IFT, ഷോർട്ട് വേവ്, ഷോക്ക് വേവ്, ഇലക്ട്രോ നീഡിലിങ്, ന്യൂറോലൈറ്റ്, അങ്ങനെ ഒരുപാട് മൊഡാലിറ്റീസ് ഇന്നിപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് RTMS, പെരിഫറൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ, ഇങ്ങനെ ഒരുപാട് സങ്കേതങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഈ വേദനകൾ കുറയ്ക്കാൻ സാധിക്കും, നീര് കുറയ്ക്കാൻ സാധിക്കും. നമ്മൾ ട്രാക്ഷൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പണ്ട് ചെയ്തിരുന്ന മാതിരി ഒരു മുഴുവനായിട്ട് വലിക്കുകയല്ല ചെയ്യുക. നമ്മൾ അത് എക്സ്റ്റേണൽ ഡിസ്ക് ഡീകംപ്രഷൻ തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള പ്രത്യേക ആധുനിക ഡിവൈസ് ഉപയോഗിച്ചിട്ട് കൃത്യതയോടുകൂടി 5-6 അല്ലെങ്കിൽ 6-7 ഡിസ്കിനെ മാത്രമായിട്ട് സ്ട്രെച്ച് ചെയ്ത് ആ താഴേക്കുള്ള ഞരമ്പിൻ്റെ വലിച്ചിൽ പ്രഷർ നമ്മൾ കുറയ്ക്കും. അങ്ങനെ കുറയ്ക്കുമ്പോൾ രോഗിക്ക് വേദനകൾ വളരെ നന്നായിട്ട് കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇലക്ട്രോ നീഡിലിങ്ങും ചെയ്യുമ്പോൾ വളരെ നല്ല ഒരു റിലീഫാണ് ഇങ്ങനത്തെ പേഷ്യൻസിന് കിട്ടുക. പക്ഷേ നമുക്ക് ബലക്കുറവുണ്ട്, നമ്മൾ ന്യൂറോളജിക്കലി ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോഴൊക്കെ ഓപ്പറേഷൻ ചെയ്ത് ഈ നെർവിലേക്കുള്ള പ്രഷർ നമുക്ക് റിലീവ് ചെയ്യേണ്ടി വരും. ഒരു ചെറിയ ശതമാനം ആൾക്കാരിൽ നമ്മുടെ മഹാസുഷുപ്ന നാഡി അഥവാ സ്പൈനൽ കോഡ്, അതിന് കംപ്രഷൻ വരാറുണ്ട്. സ്പൈനൽ കോഡിന് കംപ്രഷൻ വരുമ്പോൾ നമുക്ക് കയ്യിലേക്ക് മാത്രമല്ല പ്രശ്നങ്ങൾ വരിക. അപ്പോൾ നടക്കാനുള്ള ബുദ്ധിമുട്ട്, മൂത്ര തടസ്സം, ഈ സ്പൈനൽ കോഡിൻ്റെ MRI എടുത്ത് നോക്കുമ്പോൾ ഇതിനകത്ത് ഒരു അലിപ്പ്, അതൊക്കെ കാണുകയാണെങ്കിൽ സർജറി ചെയ്യേണ്ടി വരും. അങ്ങനത്തെ പേഷ്യൻസിന് മേജർ സർജറി ചെയ്ത് ഈ പ്രഷർ നമുക്ക് റിലീസ് ചെയ്യേണ്ടി വരും. പക്ഷേ അത് ഒരു 100 പേരിൽ നമുക്കൊരു 5% ആൾക്കാരിലേ അതിൻ്റെ ആവശ്യം വരുള്ളൂ.
അപ്പോൾ ആ കഴുത്തിൻ്റെ പ്രഷർ നമ്മൾ റിലീസ് ചെയ്യുക, താഴോട്ടുള്ള നെർവിനെ റിലീസ് ചെയ്യുക, വേദനകൾ കുറയ്ക്കുക. ഇതാണ് നമ്മൾ കഴുത്ത് വേദനയ്ക്കായിട്ട് നമ്മൾ ചെയ്യുക. മുമ്പ് ഞാൻ സൂചിപ്പിച്ച പോലെ ചില അവസരങ്ങളിൽ നമുക്ക് തോൾ വേദനയും കൂടി ഉണ്ടാവും. അങ്ങനത്തെ അവസരങ്ങളിൽ നമുക്ക് തോളിനും കൂടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോഴൊക്കെ തോൾ മാത്രമായിട്ട് നമ്മൾ ചികിത്സിക്കേണ്ടി വരും. അപ്പോൾ തോളിനുള്ള ചികിത്സ എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എല്ലാത്തരം ഫിസിയോതെറാപ്പി മൊഡാലിറ്റീസും നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഫിസിയോതെറാപ്പിയിൽ ഷോക്ക് വേവ്, ഷോർട്ട് വേവ്, ഇൻഫ്രാറെഡ്, ഫാർ ഇൻഫ്രാറെഡ്, ന്യൂറോലൈറ്റ് ഇങ്ങനെയുള്ള സങ്കേതങ്ങൾ ഉപയോഗിച്ച് നമുക്ക് തോളിൻ്റെ വേദന കുറയ്ക്കുക. തോളിൻ്റെ വേദന കുറച്ചതിന് ശേഷം ഈ തോളിനെ നമുക്ക് ഈ കഴുത്തിൻ്റെയും തോളിൻ്റെയും പേശി തന്തുക്കൾ അഥവാ ലിഗമെൻസിനെ ശക്തിപ്പെടുത്താനായിട്ട് നമുക്ക് കഴിയും. അതിന് നമുക്ക് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ അല്ലാതെ നമുക്ക് സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റാണ് പ്രൊലോതെറാപ്പി അഥവാ പ്രോളിഫറേറ്റീവ് ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റ്. ഈ പ്രോളിഫറേറ്റീവ് ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ഈ കഴുത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ തലയോട്ടിയിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ ലിഗമെൻസ് മുതൽ നമ്മുടെ സ്പൈനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ലിഗമെൻസ്, നമ്മുടെ തോൾ പലകയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ലിഗമെൻസ്, തോളിന് ചുറ്റുമുള്ള പേശി തന്തുക്കൾ, ഇതെല്ലാം നമുക്ക് ഈ റീജനറേറ്റീവ് ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നമുക്ക് ശക്തിപ്പെടുത്തി എടുക്കാൻ സാധിക്കും. പക്ഷേ ചില പേഷ്യൻസിന് നമുക്ക് അസഹനീയമായ വേദനയുണ്ടെങ്കിൽ നമുക്ക് ബ്ലോക്ക് ഇഞ്ചക്ഷൻസ് കൊടുത്ത് ആദ്യം ഇതിൻ്റെ വേദന നമുക്ക് കുറച്ചിട്ട് ചെയ്യാൻ പറ്റും. തോൾ പൊങ്ങാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിന് നമുക്ക് ഹൈഡ്രോ ഡയലറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് നോർമൽ സലൈനും ചേർത്ത് നമുക്ക് ഈ ഇതിനകത്തുള്ള പാട, കാരണം എപ്പോഴും ഷോൾഡറിനകത്ത് ഈ ഫ്രോസൺ ഷോൾഡറിനകത്ത് വരുന്നത് ഇതിനകത്തുള്ള ക്യാപ്സ്യൂള് എല്ലിനോട് ഒട്ടിപ്പോവുക ചെയ്യുക. അപ്പോൾ അതിനെ വികസിപ്പിക്കാനായിട്ട് നമുക്ക് ഹൈഡ്രോ ഡയലറ്റേഷൻ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ കൂടെ പുറമേ നമുക്ക് ലിഗമെൻറ്റസ് ഇഞ്ചക്ഷനും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ കൂടെ നല്ല റെഗുലറായിട്ടുള്ള എക്സർസൈസ് പ്രോഗ്രാം, അതിന് പ്രത്യേക എക്സർസൈസസ് നമ്മൾ ഫിസിയോതെറാപ്പി ഫിസിക്കൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സൂപ്പർവിഷനിൽ നമ്മൾ ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ നല്ല ഒരു റിലീഫ് നമുക്ക് ചെയ്യാൻ പറ്റും. ഷോൾഡർ അതുപോലെ തന്നെ ചില ആൾക്കാരിൽ ഡിസ്ലൊക്കേറ്റ് ചെയ്ത് പോകാറുണ്ട്. അങ്ങനെ ഡിസ്ലൊക്കേറ്റ് ചെയ്ത് പോകുന്ന കേസിൽ പോലും ഈ പ്രൊലോതെറാപ്പി എന്ന് പറയുന്ന പ്രോളിഫറേറ്റീവ് ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നമുക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് തെന്നി പോകാത്ത രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപൂർവം കേസിൽ നമുക്ക് ചിലപ്പോൾ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻസും ചെയ്യേണ്ടി വന്നേക്കാം. ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കഴുത്തുവേദനയുള്ള രോഗി വരുത്തേണ്ടത്? കഴുത്തുവേദനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞു, അതിൻ്റെ സെർവിക്കൽ സ്പോണ്ടൈലോസിസ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ ബോൺ ഡീജനറേഷൻ എന്ന് പറയുന്നത് നമുക്ക് പ്രിവെൻറ്റബിൾ അല്ല, അത് മുന്നോട്ട് പ്രോഗ്രസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ബോൺ ഡീജനറേഷന് നമ്മൾ പ്രതിവിധി എന്ന് പറയുന്നത് ഇതിൻ്റെ പേശി തന്തുക്കളെ ബലപ്പെടുത്താനായിട്ടുള്ള ഇഞ്ചക്ഷൻസും അതിനോടൊപ്പം എക്സർസൈസസുമാണ്. കാരണം കഴുത്തിൻ്റെ എക്സർസൈസ് ചെയ്യുമ്പം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ആംഗിളിലായിട്ട് സ്റ്റാറ്റിക് ആയിട്ടുള്ള എക്സർസൈസസാണ് ചെയ്യേണ്ടത്. ചില ആൾക്കാർ നമ്മുടെ കൈ ഇങ്ങനെ തല കറക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയും. ഒരു കാരണവശാലും അതല്ല. കാരണം നമ്മുടെ ഒരു വിരൽ നമ്മളിങ്ങനെ കറക്കുക, ഇതിന് ഒന്നും ബലപ്പെടില്ല. പക്ഷേ നമ്മൾ ഒരു പ്രഷർ കൊടുക്കുമ്പോൾ മാത്രമാണ്, റെസിസ്റ്റൻസ് കൊടുക്കുമ്പോഴേ മസിൽ ബലപ്പെടുകയുള്ളൂ. അതാണ് കഴുത്ത് വേദനയ്ക്ക് ചെയ്യേണ്ടുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടുന്ന ബേസിക് തത്വം. അപ്പോൾ നമ്മൾ ഓരോ ലെവലിൽ നമ്മുടെ മസിൽസ് വർക്ക് ചെയ്ത് അതിനെ സ്റ്റാറ്റിക് ആയിട്ടുള്ള എക്സർസൈസസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ കഴുത്തിൻ്റെ മാംസപേശികൾ ബലപ്പെടുന്നത്. പിന്നെ നാച്ചുറലായിട്ടും നമ്മുടെ പൊസിഷൻസ്, പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരിൽ അവർക്ക് ഇടയ്ക്ക് റെസ്റ്റ് കൊടുക്കണം, ഇടയ്ക്ക് നമ്മൾ എക്സർസൈസ് ചെയ്യണം. നമ്മൾ എപ്പോഴും ടി വി കണ്ടുകൊണ്ടിരിക്കുന്നതിൽ, ഈ കാലത്ത് എപ്പോഴും മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഇതെല്ലാത്തിനും നമുക്ക് എക്സർസൈസിനൊരു സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സംഗതി. കഴുത്തുവേദനയെക്കുറിച്ച് വളരെ വിശദമായി ഡോക്ടർ ശശികുമാർ ഇന്ന് നമ്മളോട് സംസാരിക്കുകയുണ്ടായി. നന്ദി ഡോക്ടർ. മറ്റൊരു വിഷയവുമായി പുതിയൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.